പരിശോധിച്ചാൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സത്യമുണ്ട്. ആ സത്യം എന്തായിരുന്നു? ഒരു വ്യക്തി, ആ സത്യം എന്തായിരുന്നു? ഒരു വ്യക്തിക്ക് അസുഖമായി. يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل وسلم وبارك عليه صلى الله عليه يا عليك يا حبيب الله بڑی اللہ عليك يا رسول الله وسلم عليك يا حبيب الله
السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. വേദി നിയന്ത്രിക്കുന്ന ബഹുമാന്യരായ അധ്യക്ഷൻ, വേദിയിലിരിക്കുന്ന സംഘടനാ നേതാക്കൾ, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് ഈ വേദിയിലെത്തിയ സഹോദരങ്ങൾ, ശബ്ദം ശ്രവിക്കുന്ന മാന്യ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ധാർമ്മിക വിപ്ലവം എന്നുറക്കെ വിളിച്ചുകൊണ്ട് കേരളത്തിന്റെ തെരുവോരങ്ങളെ ജീവസുറ്റതാക്കി മാറ്റുന്ന ഒരു വിദ്യാർത്ഥി പ്രസ്ഥാനം SSF സംസ്ഥാനത്തെ 500ഓളം സെക്ടറുകളിൽ കലുഷ നിലങ്ങളിൽ ധാർമ്മിക പ്രതിരോധം എന്ന സന്ദേശവുമായി സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചു വരികയാണ്. താനാളൂർ സെക്ടർ സമ്മേളനത്തോടനുബന്ധിച്ച സെമിനാറിലാണ് നാം ഉള്ളത്. ഫാസിസം, തീവ്രവാദം, അരാഷ്ട്രീയത എന്ന വിഷയമാണ് ഈ വേദിയിൽ ചർച്ച ചെയ്യുന്ന കാര്യം. വിഷയസംബന്ധമായ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പ്രതിനിധികളുടെ പ്രതികരണത്തിന് വേണ്ടി സമയം അനുവദിക്കേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഫാസിസം വെറുപ്പിന്റെ തത്വശാസ്ത്രമാണ്. അത് മനുഷ്യനെ സ്നേഹിക്കാനല്ല പഠിപ്പിക്കേണ്ടത്, പരസ്പരം സംഘട്ടനത്തിലേർപ്പെടാൻ, പരസ്പരം വിദ്വേഷത്തിന്റെ വിത്തുപാകാൻ, പരസ്പരം വെറുക്കാൻ പഠിപ്പിക്കുന്ന തത്വശാസ്ത്രമാണ് ഫാസിസം. ഇന്ത്യൻ ഫാസിസം രാജ്യത്തുടനീളം അതിന്റെ ദൗത്യം വളരെ ക്രൂരമായ ഭാവത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. വിഷം വമിക്കുന്ന ആശയപ്രചാരണവുമായി വിചാരധാരകൾ അതിന്റെ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംഘപരിവാർ ആക്രോശങ്ങൾക്കിടയിൽ മതേതരത്വത്തിന്റെ മഹാസൗധങ്ങൾ തകർന്നു വീഴുന്ന കാഴ്ച നമ്മുടെ മനസ്സിലുണ്ട്. ബാബരി മസ്ജിദും ഗുജറാത്തും ഒറീസയുമൊക്കെ നമ്മോട് പറഞ്ഞു തരുന്ന ധാരാളം കാര്യങ്ങൾ. അധികാരത്തിലേക്കുള്ള കുറുക്കുവഴി അത് സംഘട്ടനമാണ്, സ്ഫോടനമാണ്, രക്തച്ചൊരിച്ചിലാണ് എന്ന് തിരിച്ചറിഞ്ഞ പ്രസ്ഥാനമാണ് ഫാസിസം. അവർക്കറിയാവുന്നത് ശവങ്ങളുടെ രാഷ്ട്രീയം മാത്രമാണ്, മൃതശരീരങ്ങളുടെ രാഷ്ട്രീയം മാത്രമാണ്. സമാധാനത്തിന്റെ രാഷ്ട്രീയം പഠിപ്പിക്കാത്ത തത്വശാസ്ത്രമാണ് ഫാസിസം. ഒറീസയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും വരുന്ന വാർത്തകൾക്ക് ഇപ്പോഴും പച്ചമാംസത്തിന്റെ ഗന്ധമുണ്ട്, മനുഷ്യന്റെ രക്തത്തിന്റെ വർണ്ണമുണ്ട്. ഗർഭപാത്രത്തിൽ നിന്ന് തൃശൂലം ഉപയോഗിച്ച് പുറത്തെടുത്ത കുഞ്ഞിനെ
അഗ്നിക്കിരയാക്കുന്ന അതിഭീകരമായ ദൃശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഇന്നും അവശേഷിക്കുന്നുണ്ട്. ഒറീസയിലെ കാന്തമാലിൽ നിന്നും മലേഗാവിൽ നിന്നും മഡ്ഗാവിൽ നിന്നും വിളിച്ചു പറയുന്ന വാർത്തകൾ ഭീകരതയുടെയും തീവ്രതയുടെയും അതിതീക്ഷ്ണമായ ഭാവങ്ങൾ ഇന്ത്യയിലെ ഓരോ പൗരന്റെയും മനസ്സിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഓരോന്നും ഫാസിസത്തിന്റെ വർത്തമാനമാണ്, ഇന്ത്യൻ ഫാസിസത്തിന്റെ രൂപമാണ്. എന്തുകൊണ്ട് ഇത്രമേൽ ക്രൂരമായ രൂപത്തിൽ ഫാസിസം അതിന്റെ ദൗത്യം നിർവഹിക്കുന്നു? അത് തിരിച്ചറിയാൻ നാം ഫാസിസത്തിന്റെ ചരിത്രത്തെ മനസ്സിലാക്കണം. 1919 മാർച്ച് മാസത്തിൽ ഇറ്റലിയിൽ രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ഫാസിസം. ബെനിറ്റോ മുസോളിനിയാണ് അതിന്റെ സ്ഥാപകൻ. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അരക്ഷിതമായ ഇറ്റലി, അവിടെ വളർന്നു വന്ന ഭൂപ്രഭുത്വത്തിനെതിരെ ശക്തമായ സോഷ്യലിസ്റ്റ് മൂവ്മെന്റുകൾ ഉണ്ടായി. 1-2 ലോക മഹായുദ്ധങ്ങൾക്കിടയിലുള്ള ലോക സാഹചര്യത്തെ വിലയിരുത്തുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അതിതീക്ഷ്ണമായ അനുഭവങ്ങളുടെ കാലഘട്ടമായി മാത്രമാണ് നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ചരിത്രം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രത്തോളം മനുഷ്യ മനസ്സുകളിൽ സംഘട്ടനത്തിന്റെ ഭാവങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് 2 രാഷ്ട്രീയ ശക്തികൾ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്ത തുല്യതയില്ലാത്ത ചിത്രങ്ങളുടെ രൂപഭാവങ്ങൾ ഇറ്റലിയിൽ നിന്നും ജർമ്മനിയിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും. അരക്ഷിതമായ ഇറ്റലിയിലെ ഭൂപ്രഭുത്വത്തിനെതിരെ വളർന്നു വന്ന സോഷ്യലിസ്റ്റ് മൂവ്മെന്റുകൾ അടിച്ചമർത്തപ്പെടേണ്ടതാണ് എന്ന ധാരണ ചില ശക്തികൾക്കുണ്ടായിരുന്നു. ഈ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനങ്ങളെ അടിച്ചമർത്താനും പ്രതിരോധിക്കാനും വേണ്ടി വരേണ്യവർഗത്തിന് വേണ്ടി ഭൂപ്രഭുക്കൾക്ക് വേണ്ടി രൂപപ്പെട്ടു വന്ന പ്രസ്ഥാനമാണ് ഫാസിസം. ഫാസിസവും തീവ്രവാദവും വളർന്നു വന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് വിഷയാവതാരകൻ ഇവിടെ പ്രതിപാദിക്കുകയുണ്ടായി. ഇന്ന് നമ്മുടെ രാജ്യം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികളിലൊന്നാണ് ഭീകരവാദം. ഭീകരവാദത്തിന്റെ ഒരു സാമൂഹിക പശ്ചാത്തലം, അത് വളർന്നു വരാനിടയായിട്ടുള്ള സാഹചര്യങ്ങൾ തീർച്ചയായും നമുക്കറിയാം. ഇന്ന് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങൾ നമ്മുടെ കേരളത്തിന്റെ മണ്ണിൽ സംഘടിപ്പിക്കപ്പെടാനുണ്ടായ ഒരു സാഹചര്യത്തെക്കുറിച്ച്, ലോകത്താകെ വളർന്നു വന്ന ഭീകരവാദത്തിന്റെ ചെറിയ ഒരു അലയൊലികൾ മാത്രമാണ് കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. ചിലർ പറയുന്നത് പോലെ കേരളം ഒരു ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ നാടാണ് എന്ന് ഞങ്ങൾ ഒരു കാലത്തും പറയുന്നു. നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഭീകരവാദത്തിന് കടന്നു വരാൻ കഴിയില്ല. നമ്മൾ മതിലുകെട്ടി അടച്ച നമ്മുടെ മനസ്സിന്റെ ഒരു ശാസ്ത്രമുണ്ടതിന്. ലോകത്തെവിടെയും ഭീകരവാദം വളർത്തിക്കൊണ്ടുവന്നത് സാമ്രാജ്യത്വമാണ്. ഇന്ന് ഭീകരവാദത്തെക്കുറിച്ച് ഏറ്റവും അധികം മുറിവിളി കൂട്ടുന്നവരും ഏറ്റവും വലിയ ഭീകരവാദികളാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ നോക്കിയ ലോകത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഇനി ഭീകരവാദത്തിനെതിരെ ഏറ്റവും വലിയ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കയാണ്. യഥാർത്ഥത്തിൽ ലോകത്തിന്റെ എല്ലാ മേഖലകളിലുമുള്ള ഭീകരവാദത്തെ വളർത്തിക്കൊണ്ടുവന്നത് അമേരിക്കയാണ്. സയൻസ് ഭീകരവാദത്തെക്കുറിച്ച് അമേരിക്ക പറയാറില്ല, മറിച്ച് ഒസാമ ബിൻ ലാദന്റെ ഭീകരവാദത്തെക്കുറിച്ച് മാത്രമാണ് അമേരിക്ക പറയാറ്. വേദിയിലുമായി കൊണ്ടിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, ജനാധിപത്യ മതേതര വിശ്വാസികളെ, ആദ്യമായി ഇത്തരമൊരു സെമിനാർ സംഘടിപ്പിച്ചതിന്, അല്ലെങ്കിൽ ഇത്തരം രാജ്യത്തും ലോകത്തും ആകമാനം ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുന്ന ഈ തീവ്രമായ ഈ ഒരു സബ്ജക്ട് വിഷയീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 2-3 മാസമായിക്കൊണ്ട് സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വിധേയമാക്കിയ ഈ സംഘടനയെ ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി ആദ്യമായി അവരോടുള്ള ഹൃദയംഗമായ അഭിവാദ്യങ്ങളും നന്ദിയും ഞാൻ രേഖപ്പെടുത്തുകയാണ്. രാജ്യം വളരെ തീവ്രമായ ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ, രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും തന്നെ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ,
നമ്മുടെ സംസ്ഥാനത്ത് പോലും അതിന്റെ അലരികൾ ഉയർന്നു വരുമ്പോൾ ഈ കാര്യം തീർച്ചയായും വിശദീകരിച്ചുകൊണ്ട് ചർച്ചയ്ക്ക് പത്രിഭാഗമാക്കേണ്ടതാണ് എന്ന കാര്യം ഞാൻ ആദ്യമായി സൂചിപ്പിക്കുക. നമുക്കറിയാം, ഫാസിസം കടന്നു വന്ന വഴികൾ 1918 ഒന്നാം ലോക മഹായുദ്ധ കാലം മുതൽക്ക് ഇങ്ങോട്ട് ജർമ്മനിയിലും അതുപോലെ തന്നെ ഇറ്റലിയിലുമൊക്കെ ഉണ്ടായ ഫാസിസവും ഫാസിസ്റ്റ് സംഘടനകളും നാസിസ്റ്റ് സംഘടനകളും ഒക്കെ ആയിരുന്നു. ഫാസ് എന്ന് പറയുന്ന അടക്കി ഭരിക്കുക, താൻ ഉദ്ദേശിക്കുന്ന താൻ ഉയർത്തുന്ന മുദ്രാവാക്യം അടക്കി ഭരിക്കുകയും ആ മുദ്രാവാക്യം മറ്റുള്ളവരിൽ പ്രേരിപ്പിച്ചുകൊണ്ട് അതിന് വിരുദ്ധമായി നിൽക്കുന്നവരെ കീഴടക്കിക്കൊണ്ടുള്ള തീവ്രമായ ഒരു വികാരമാണ് ഫാസിസം. 1918 നിന്ന് ഉത്ഭവിച്ച് ലോകത്ത് ഇന്നാകമാനം പടർന്നു വന്ന ഒരു സംഭവമായിക്കൊണ്ട് ഫാസിസം മാറിക്കൊണ്ടിരിക്കുന്നു. അതിവിടെ ഹിന്ദു ഫാസിസവും RSS ഫാസിസവും അതുപോലെ തന്നെ മുസ്ലിം ഫാസിസവും ഒരു പരിധിവരെ രാഷ്ട്രീയ ഫാസിസവും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഈ ഫാസിസവും ടെററിസവും ഭീകരത സൃഷ്ടിച്ചുകൊണ്ട്, ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് മറ്റുള്ളവരെ കീഴടക്കുക സ്വേച്ഛാധിപത്യത്തിന് അല്ലെങ്കിൽ ഫാസിസത്തിന്റെ മറ്റൊരു മുഖമാണ്. ഫാസിസവും ടെററിസവും എന്ന് പറയുന്നത് ഒരു നാണയത്തിന്റെ രണ്ട് വശങ്ങളായിക്കൊണ്ട് നിലകൊള്ളുന്നു. ഇത് രണ്ടും ശക്തമായി എതിർക്കേണ്ട ഇത് തന്നെയാണ്. ഇന്ന് ലോകത്ത് തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയമാണ് തീവ്രവാദം എന്നത്. ഫാസിസം കടന്നു വരുന്ന സാഹചര്യങ്ങൾ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകത്തിൽ തന്നെ വളരെ ശക്തമായി ലോകത്തത് വേരൂന്നുകയും അതിന്റെ പ്രവർത്തനം ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ എന്താണ് സ്വാധീനം ചെലുത്തിയത് എന്നത് ഭൂതകാലത്തിന്റെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകും. അത് ഇറ്റലിയിൽ രൂപം കൊണ്ടതാണെങ്കിലും ജർമ്മനിയിൽ രൂപം കൊണ്ടതാണെങ്കിലും മുസോളിനിയുടെ നേതൃത്വത്തിലാണെങ്കിലും ഹിറ്റ്ലറുടെ നേതൃത്വത്തിലാണെങ്കിലും ലോകത്ത് ഫാസിസം എന്താണ് ഒരിക്കലും ഒരു പ്രത്യേക മതവിഭാഗങ്ങൾക്ക് മാത്രമായി ഒരു തീവ്രവാദ സമീപനം സ്വീകരിക്കാൻ സാധ്യമല്ല. അത് ഏത് പേര് സ്വീകരിച്ചാലും ശരി. പക്ഷേ മതത്തെ അതിലേക്ക് കൂട്ടിക്കൊടുക്കരുത് എന്നതാണ് തീവ്രവാദത്തെ നമ്മുടെ മതത്തിന്റെ വീക്ഷണത്തിൽ നിന്ന് നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഹിന്ദു തീവ്രവാദം എന്ന് വിളിക്കുന്നത് ഹിന്ദുത്വം അദ്ദേഹത്തിൽ ഉണ്ടാകുകയില്ല. മുസ്ലിം തീവ്രവാദം എന്ന് വിളിക്കുന്നതിന് മുസ്ലിം ആശയങ്ങളോ ആദർശങ്ങളോ വിശ്വാസ പ്രമാണങ്ങളോ ആ വ്യക്തികളെ നിർത്തി IPB ഡയറക്ടർ സോണിക് മാസ്റ്റർ വെളിവുക്ക്, അതുപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് കോൺഗ്രസ് പ്രതിനിധി അഡ്വക്കേറ്റ് ബാലകൃഷ്ണൻ, മുസ്ലിം ലീഗ് പ്രതിനിധി PK കമറുദ്ദീൻ, CPM പ്രതിനിധി ഫിറോസ് മാസ്റ്റർ, എല്ലാവർക്കും അതുപോലെ തന്നെ മുഴുവൻ പ്രവർത്തകർക്കും നാട്ടുകാർക്കും ഒറ്റ വാക്കിൽ നന്ദി ആശംസിച്ച് ഞാൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കേരളം വളരെ ധന്യമായ ഒരു രാജ്യമാണ്. ഒട്ടുവളരെ ഗുണങ്ങൾ ഒത്തിണങ്ങിയ നന്മയുടെ നിലവിലമായി ഏറെക്കാലം പരിരക്ഷിക്കാൻ ഭാഗ്യം ലഭിച്ച, ഏറെക്കുറെ ഇപ്പോഴും ലോകത്ത് ആ നല്ല നന്മയുടെ പൂക്കൾ വിതറിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യം. ഒരുപാട് മഹത്വങ്ങൾ, ഒരുപാട് മാതൃകാപരമായ من عاداك يا إله العالمين. اللهم أيد دينك بنا وبارك في ما في هذا وافتح لنا يا إله العالمين. اللهم بارك في سبياننا، اللهم بارك في طلبتنا، اللهم بارك في شباننا، اللهم بارك في زندباد
ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്, ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്, ധാർമ്മിക വിപ്ലവം സിന്ദാബാദ്, സമ്മേളനം സിന്ദാബാദ്.